life. You wanna try many things as time flies. You would dream, reaching the skies and living a better life. You see, you could be what you want to weep. We do make dreams. ഞാൻ ഒട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറല്ല. എനിക്ക് സിനിമയിൽ വരണം എന്നുള്ളതൊരു ഭയങ്കര ഫാൻറ്റസി ആയിരുന്നു. സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതാണ്. അപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്ലസ്സാണ് ഞാൻ ചെയ്ത ആദ്യത്തെ സിനിമകൾ. ഞാൻ ശ്യാം സാറിൻ്റെ കൂടെ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സിബി സാറിൻ്റെ കൂടെ, സത്യേട്ടൻ്റെ കൂടെ, പിന്നെ ജോഷി സാറിൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കരമായ നമ്മുടെ മലയാള സിനിമയിലെ പേരെടുത്ത് പറയാവുന്ന സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തത് ഒരു ആക്ടർ എന്ന നിലയിൽ എന്നെ ഭയങ്കരമായിട്ട് പോളിഷ് ചെയ്തു. എനിക്കൊരു ആക്ടിങ്ങിനെ പറ്റി ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് തന്നെ മാറ്റിയെടുത്തു. കാര്യം ഞാൻ സിനിമ കണ്ട് എപ്പോഴും അഭിനയം വേറൊരു ആംഗിളിൽ കണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ശ്യാം സാറിൻ്റെ കൂടെ ഋതു ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 5 ദിവസം കൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചതോ ഞാൻ കണ്ടതോ ഒന്നുമല്ല അഭിനയം എന്നുള്ളത് ശ്യാം സാർ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സിബി സാറിൻ്റെ കൂടെ ചെയ്തപ്പോൾ എല്ലാം നമ്മുടെ ഏത് മലയാളിയുടെ ആദ്യത്തെ ഒരു 5 ഫേവറേറ്റ്സ് എടുത്താലും അതിൽ സിബി മലയിൽ പടങ്ങൾ എന്തോരം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സിബി സാർ, മോഹൻലാൽ കൂട്ടുകെട്ടിൽ നമ്മൾ ആസ്വദിച്ചിട്ടുള്ള സിനിമകളും നമുക്കറിയാം. അപ്പോൾ അതെല്ലാം ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്കൊരു ഭയങ്കരമായൊരു പോളിഷിങ് അവരുടെ എല്ലാം സൈഡിൽ നിന്ന് കിട്ടി. അപ്പോൾ അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അതിനുശേഷം എൻ്റെ സെലക്ഷൻ ഓഫ് സിനിമകളോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള വർക്കൊക്കെ വെച്ചിട്ട് എന്നെ എവിടെയോ ഒരു ന്യൂ ജനറേഷൻ ആക്ടർ എന്ന് ക്ലാസിഫൈ ചെയ്തു. അത് ചിലപ്പോൾ എൻ്റെ ലുക്സ് കൊണ്ടായിരിക്കാം, ചിലപ്പം ഞാൻ എന്നെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്കും ഞാൻ സിനിമ സെലക്ട് ചെയ്യുന്നത് കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുക, ഒരു നല്ലൊരു ആക്ടർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പക്ഷേ ജമാലിനെ പറ്റി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നോ ഇതറിയണ്ട. പിന്നോ ഇതറിഞ്ഞാ കൊന്നുകളയും. No, never. Why should I? Let me order. No, it's my treat. ഞാൻ ഓൾറെഡി കോഫി ഓർഡർ ചെയ്ത് കഴിഞ്ഞു. 2 cappuccinos. Is that okay with you? Yeah. കോഹിനൂർ എൻ്റെ മോൻ്റെ പേരിലാണ് ആ കമ്പനി ഞങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്, ആഡംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ. ആ കമ്പനിയിൽ ഞാൻ, ബ്രിജീഷ്, സജിൻ, ഞങ്ങൾ 3 പേര് ചേർന്നിട്ടാണ് ഈ സിനിമ കോഹിനൂർ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ സംവിധായകൻ വിനയ് ഗോവിന്ദാണ്. വിനയ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു കഥ എൻ്റെ അടുത്ത് ആദ്യം നറേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്ലാനോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. ഒരു നടൻ എന്ന നിലയിൽ മാത്രമാണ് ഇതിൻ്റെ ഫസ്റ്റ് അപ്രോച്ച് എന്നിലേക്ക് ഉണ്ടായത്. സലീൽ, രഞ്ജി 2 പേരാണ് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ഇതിനകത്ത് ഏറ്റവും ഒരു ക്യാച്ചിങ് എലമെൻറ്റ് ഇത് 80s നടക്കുന്ന, ഒരു ലേറ്റ് 80s നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇറ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ലേറ്റ് 80s അല്ലെങ്കിൽ ഒരു ഏർലി 90s എല്ലാം. നമ്മളിപ്പോഴും ആരാധിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായ സിനിമകളാണ് ആ സമയത്തുള്ളത്. അപ്പോൾ ആ കാലഘട്ടം ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ് കോഹിനൂർ. അതാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ ആദ്യം എക്സൈറ്റഡ് ആക്കിയത്. അപ്പോൾ ഇതിന് പാരലായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ളൊരു ആഗ്രഹം ഞാനും ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ 2 സുഹൃത്തുക്കളും ആയിട്ടുള്ളൊരു ഡിസ്കഷൻ കുറേ നാളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ആദ്യത്തെ പടം എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും എനിക്ക് കോൺഫിഡൻസ് തന്നൊരു സ്ക്രിപ്റ്റാണ് കോഹിനൂറിൻ്റെ. 88-ലാണ് സിനിമ നടക്കുന്നത്. അതിൽ ലൂയിസ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എടുത്തപ്പോൾ എനിക്ക് തന്നൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. കട്ടി മീശ വേണം, ആ പഴയൊരു സൺഷെയ്ഡ് ഹെയർ സ്റ്റൈൽ വേണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഒരു കുസൃതിയുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം ലൂയിസ് എന്നുള്ളൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ ഒത്തു വന്നപ്പോൾ എവിടെയൊക്കെയോ ഈ ഒരു റിസംബ്ലൻസ് ഇപ്പോൾ സോങ് കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുസൃതി കാണിക്കുമ്പോൾ ഒരു പഴയ ലാലേട്ടൻ ഫ്ലേവർ കയറുന്നുണ്ട്. അതൊരു പോസിറ്റീവാണ്, അതേസമയത്ത് ഒരു ആക്ടർ നിലയിൽ ഒരു നെഗറ്റീവാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ചിലപ്പോൾ ഒരു റീകളക്ഷൻ ആയിരിക്കും. ഞാൻ കണ്ടിട്ടുള്ള പല സിനിമകളും അല്ലെങ്കിൽ ഞാൻ ആ കാലത്ത് ഞാൻ ഇഷ്ടപ്പെട്ട പല പാട്ടുകളുടെ റെഫറൻസ്, ആ ഒരു മൂഡെല്ലാം ഈ കോഹിനൂരിലെ ഹേമന്ത് എന്ന് പറഞ്ഞ പാട്ടിൽ വന്നിട്ടുണ്ട്.
അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു പ്രേക്ഷകനായിരുന്ന അല്ലെങ്കിൽ പ്രേക്ഷകനായ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ലാലേട്ടൻ പാട്ടുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയത്. ഹേമന്തമൻ കൈക്കുമ്പിളി തൂങ്ങിലാപ്പൂമീ പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടെൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ ചേട്ടാ ഒരു മന്ത്രം. നാണല്ലേ സെർട്ട് വിളിക്കും. പല കാര്യങ്ങളും ഞാൻ തീരുമാനിക്കുമ്പോൾ എൻ്റേതായ ഒരു തീരുമാനമുണ്ട്. കാരണം അതിൻ്റെ റിസൾട്ട് എന്തായാലും അത് ഞാൻ മാത്രം അതിൻ്റെ ഇപ്പോൾ ഒരു പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ ഒരു ടെൻഷൻ എന്നിലൂടെ മാത്രം മതി. എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു സർപ്രൈസ് ആയിരിക്കണം എന്നുള്ളൊരു അഹങ്കാരം എനിക്കുണ്ട്. അപ്പം പ്രൊഡക്ഷൻ എന്നൊരു പ്ലാൻ വന്നപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ വൈഫായിട്ട് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്തു. കാര്യം എൻ്റെ പല കാര്യങ്ങളും എനിക്ക് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഏറ്റവും കൂടുതലുള്ളത് ഓബ്വിയസ്ലി എൻ്റെ ഭാര്യയുടെ അടുത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു തീരുമാനമുണ്ട് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങണം. അപ്പോൾ സജിനും പ്രജീഷും എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. ഇവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഫാമിലി ആയിട്ടെല്ലാം വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കരമായ വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ഒരു കാര്യത്തെ പോലും എനിക്ക് മോശം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട്സ് എനിക്കില്ല. അപ്പോൾ ഇവരെന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഒരു രീതിയിലും എന്നെ ഡിസ്കറേജ് ചെയ്തിട്ടില്ല. പക്ഷേ തീരുമാനം കൃത്യമായിരിക്കണം, കൃത്യമായി പ്ലാൻഡ് ആയിരിക്കണം. എൻ്റെ പല കാര്യങ്ങളും ഒട്ടും സിസ്റ്റമാറ്റിക് അല്ലെന്ന് തന്നെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി കുറച്ചും കൂടി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം എന്നുള്ളൊരു ഉപദേശം മാത്രം എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെയും സൈഡിൽ നിന്ന് എനിക്ക് വന്നത്. അതൊരു ഭയങ്കര നല്ല തീരുമാനമായിരുന്നു. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ സിനിമയിലേക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കടക്കാൻ അല്ലെങ്കിൽ സിനിമയുടെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു അപ്രോച്ചായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഇതേ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു ഇതൊരു ഭയങ്കര ടെൻഷനുള്ള പരിപാടിയായിരിക്കും, നീ ലൊക്കേഷനിൽ പണ്ട് നിൻ്റെ ഒരു കളി ചിരിയൊക്കെ ചിലപ്പോൾ ഇതിനെ ബാധിച്ചേക്കാം, ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നിനക്ക് കുറച്ചും കൂടി ടെൻഷൻ ലൊക്കേഷനിൽ ഫീൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കത് ആക്ച്വലി നേരെ മറിച്ചാണ് തോന്നുന്നത്. എനിക്കൊരു ഭയങ്കരമായ ഫ്രീഡം ലൊക്കേഷനിൽ ഫീൽ ചെയ്തു. കാര്യം 100% ഇത് എൻ്റെ സിനിമയാണ്. എനിക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. എനിക്കെന്നല്ല എൻ്റെ കൂടെയുള്ള കോ ആക്ടേഴ്സിനും ടെക്നീഷ്യൻസിനും എല്ലാം അവരുടെ എല്ലാം ആഗ്രഹവും അവരുടെ എല്ലാം സാറ്റിസ്ഫാക്ഷനും നോക്കിയിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് ഒരു തരത്തിലുള്ള ഒരു ഡെഡ് ലൈൻ കൊടുക്കാതെ നമ്മൾ വളരെ ആസ്വദിച്ച് ഷൂട്ട് ചെയ്തതാണ്. ആദ്യത്തെ സിനിമ പ്രൊഡക്ഷൻ ഞാൻ തന്നെ അഭിനയിച്ചു. പക്ഷെ ഒരിക്കലും ഒരു പ്രൊഡക്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മാത്രം അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല. നല്ല സിനിമകൾ പുതിയ ആളുകൾക്ക് പ്രത്യേകിച്ച് അവസരം കൊടുക്കുക, നല്ല നല്ല ടെക്നീഷ്യൻസ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പല സിനിമകളുടെയും അസോസിയേറ്റ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ അതിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള പല ടെക്നീഷ്യൻസിനും ഒരു സിനിമ ചെയ്യാൻ അവസരം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആളുകളെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പം രാജമാറ്റി യാഹു എന്ന് പറഞ്ഞ ഈ സിനിമ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ലാൽ ജോസ് പാർട്ട്ണറാണ്. അപ്പോൾ ലാൽ ചേട്ടൻ ഞാൻ നീലത്താമരയുടെ ഓഡിഷന് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാൻ ലാൽ ചേട്ടനായിട്ടുള്ളൊരു പരിചയമാണ്. അപ്പോൾ ലാൽ ചേട്ടൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കോഹിനൂരിലെ പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് ഒരുപാട് പറഞ്ഞപ്പോൾ ലാൽ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു നടൻ എപ്പോഴെങ്കിലും ഒരു പടത്തിൻ്റെ പ്രൊഡക്ഷനിൽ ഇത്രയും ഇൻവോൾവ് ചെയ്യണം. ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ പോലും പ്രൊഡക്ഷനിൽ ത്രൂ ഔട്ട് ഇൻവോൾവ് ചെയ്യണം. അത് അയാളുടെ സിനിമയെ പറ്റിയുള്ള അപ്രോച്ച് തന്നെ മാറ്റും. അയാളുടെ പേഴ്സണൽ ലൈഫിൽ പല കാര്യങ്ങളും തന്നെ മാറ്റും. അത് ശരിക്കും ഞാൻ ഫീൽ ചെയ്തൊരു കാര്യമാണ്. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കരിയർ ശരിക്കും ആഫ്റ്റർ ആൻഡ് ബിഫോർ കോഹിനൂർ എന്ന് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ അത് ക്ലാസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വ്യത്യാസം എനിക്കുണ്ടാകും. കാരണം സിനിമയോടും എൻ്റെ പേഴ്സണൽ ലൈഫിലും എല്ലാം ഞാൻ ഇത്രയും ആഗ്രഹിച്ച് ഇത്രയും എഫേർട്ട് ഇട്ട് ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിട്ടില്ല. വളരെ തുറന്നു പറഞ്ഞാലൊരു മാച്യൂരിറ്റിയുടെ പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഞാൻ ഒട്ടും മാച്യൂർഡ് അല്ലാത്ത സമയത്താണ് ഞാൻ സിനിമയിൽ വന്നത്. ഞാൻ വിചാരിച്ചൊരു
ഒരു ലോകമേ അല്ല സിനിമ. കാര്യം ഞാൻ കണ്ട സിനിമ എപ്പോഴും തിയേറ്ററിൽ കാണുന്ന ആ ഒരു അടുപ്പവും ഒരു പരിചയവും മാത്രമേ എനിക്ക് സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ വന്നപ്പോൾ ഇതൊരു ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ എല്ലാം എൻ്റെ കോർഡിനേഷനും എൻ്റെ കൃത്യമായ റീച്ചും വേണം എന്ന് ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഒരു സിനിമ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള സിനിമകളും ഡേറ്റ്സും ഈവൻ എൻ്റെ റെമ്യൂണറേഷനും എൻ്റെ ഓരോ ദിവസത്തെ ചാർട്ടും എല്ലാം ഞാൻ തന്നെ പ്ലാൻ ചെയ്യണം. അപ്പോൾ അത്രയും വലിയൊരു സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് ഞാൻ കയറിയപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വന്നു. പിന്നെ എൻ്റെ ഫോൺ ഉപയോഗങ്ങൾ എനിക്ക് പണ്ട് മുതൽ ഞാൻ ഫോൺ ഉപയോഗിക്കുന്ന കാലം മുതൽ എനിക്കുള്ളൊരു പ്രശ്നമാണ്. കാര്യം എൻ്റെ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഞാൻ പലപ്പോഴും പുറത്തേക്ക് വരാൻ മടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് എനിക്ക് വേറൊരു കാര്യം ആലോചിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഫോൺ എവിടെയെങ്കിലും വിട്ടിട്ട് പോവോ അല്ലെങ്കിൽ ഒരു 90% എൻ്റെ ഫോൺ ഓഫായിരിക്കും. അപ്പോൾ അതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ അത് ഞാൻ റിയലൈസ് ചെയ്തു എൻ്റെ കരിയറിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്. കാര്യം ഒരുപാട് നല്ല സിനിമകൾ എൻ്റെ അടുത്തേക്ക് വരാനുള്ളൊരു തടസ്സം ഞാൻ തന്നെ ഉണ്ടാക്കി. പല ഹിറ്റ് സിനിമകളിലും എന്നെ ആദ്യം കൺസിഡർ ചെയ്തിരുന്നു, പക്ഷെ അത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ 100ാം ദിവസം ആഘോഷിക്കാൻ പോകുമ്പോൾ ലാസ്റ്റ് അതിൻ്റെ സംവിധാനം മാറ്റി നിർത്തിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയിൽ നീയായിരുന്നു ഈ വേഷം ചെയ്യേണ്ടത്, നിന്നെ കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ ഒരു തിരിച്ചറിവാണ്. എൻ്റെ ഒരു തെറ്റ് ഞാൻ അംഗീകരിച്ച് നന്നാവാനുള്ളൊരു ശ്രമം ഞാൻ നടത്തി. അപ്പോൾ അതാണ് ഇപ്പോൾ ഫോൺ എടുക്കാനും അല്ലെങ്കിൽ എന്നെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു പാരലി ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്യാനും ഉണ്ടായ ഒരു കാരണം. ഞാൻ അഭിനയിച്ച ആദ്യത്തെ സിനിമ ഋതു ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് പ്ലേ ഹൗസാണ്. പ്ലേ ഹൗസിൻ്റെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനിൽ ഒന്നായിരുന്നത്. അങ്ങനെയാണ് ഞാൻ മമ്മൂക്കനെ ആദ്യമായിട്ട് ഇത്രയും അടുത്ത് മമ്മൂക്കനെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അന്ന് മുതൽ എനിക്ക് എല്ലാ മലയാളികൾക്കും ഉള്ള പോലെ തന്നെ മമ്മൂക്കടുത്തൊരു ഭയങ്കരമായ ആരാധന എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ആയിരിക്കും മമ്മൂക്കായിട്ട് അത്രയും അടുപ്പിച്ചത്. പക്ഷെ മമ്മൂക്കാക്ക് തിരിച്ചൊരടുപ്പം തോന്നാൻ കാരണം എന്താണെന്ന് ഞാൻ ഇപ്പോഴും ചോദിച്ചിട്ടില്ല. അതിനുശേഷം മമ്മൂക്ക ആദ്യമായി നിർമ്മിച്ച ജവാൻ ഓഫ് വെള്ളിമലയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ പല പേഴ്സണൽ ലൈഫിലെ പല കാര്യങ്ങളും, ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് പ്രപ്പോസൽ കല്യാണം കഴിക്കാമെന്ന് ഞാൻ വീട്ടിൽ അംഗീകരിച്ചത് ജവാൻ ഓഫ് വെള്ളിമല ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ കൃത്യമായ ഒരു ഉപദേശം എൻ്റെ ഒരു ഫാമിലി മെമ്പർ എന്ന രീതിയിൽ മമ്മൂക്ക എനിക്ക് തന്നിട്ടുണ്ട്. അതായത് കല്യാണം കഴിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഒരാൾ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്, അത് ലൈഫിൽ എങ്ങനെയുള്ള എത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും, ഇതെല്ലാം മമ്മൂക്ക ഒരു ഭയങ്കരമായ എന്തോ ഒരു ഫാമിലി മെമ്പറിനെ പോലെ എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ കോഹിനൂറിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ പോലും മമ്മൂക്ക എൻ്റെ അടുത്ത് സിനിമ ഒരു നടൻ എന്ന നിലയിലും നിർമ്മാതാവ് എന്ന നിലയിലും മലയാള സിനിമയിൽ ഇത്രയും വർഷങ്ങളുണ്ടായിരുന്ന ഒരാളെന്ന നിലയിലും എല്ലാ ഉപദേശം തന്നു. പക്ഷെ ഒരു പേഴ്സണൽ ഒരു അടുപ്പമുള്ള രീതിയിൽ നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ സൂക്ഷിച്ച് വേണം, സിനിമയിലാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ആംഗിളിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ മമ്മൂക്ക എന്നെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് അറിയില്ല, മമ്മൂക്കായിട്ടൊരു ഭയങ്കരമായ അടുപ്പം എനിക്ക് തന്നിട്ടുണ്ട്. ഓഡിയോ റിലീസിന് ശരിക്കും എൻ്റെ അടുത്ത് ഞാൻ ഹോട്ടലിൻ്റെ പുറത്ത് മമ്മൂക്കാനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ലേബർ റൂമിൻ്റെ പുറത്താണ് നീ ഇതിനു മുമ്പ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ലേ മമ്മൂക്ക വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ എനിക്കറിയാം മമ്മൂക്ക വന്നാലും നമ്മൾ എത്ര ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ മമ്മൂക്ക അത് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്കെല്ലാം മമ്മൂക്കാനറിയാം. മമ്മൂക്കാനെ പറ്റി പൊതുവെ എല്ലാവരും പറയും ഭയങ്കര ചൂടനാണ്, ഭയങ്കര ജാടയാണ്. അത് പക്ഷേ അതൊരു ഭയങ്കര പൊള്ളയായ കാര്യമാണ്. മമ്മൂക്കാനെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം മമ്മൂക്ക എത്തരത്തിലുള്ള ഒരു ജെം ഓഫ് എ പേഴ്സൺ ആണെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ അവിടെ ഓഡിയോ റിലീസിൻ്റെ മമ്മൂക്ക വന്നു, മമ്മൂക്കാനെ അകത്തേക്ക് കയറ്റി. മമ്മൂക്ക ഞാൻ സ്റ്റേജിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മമ്മൂക്ക ഇരിക്കുന്നുണ്ടെന്നുള്ളൊരു ഫാക്ടറിൽ ഞാൻ ഭയങ്കര ടെൻസ്ഡായി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോനിങ്ങനെ നടന്ന് അവൻ അതിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ മമ്മൂക്കാനെ അവൻ കണ്ട് മമ്മൂക്ക ഇവനെ എടുത്ത് മടിയിലിരുത്തി. അപ്പോൾ അവന് 1 വയസ്സും 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവന് മമ്മൂട്ടിനെ തിരിച്ചറിയാനുള്ളൊരു പ്രായം ആയിട്ടില്ല. അപ്പോൾ അവന് ഒരു എക്സൈറ്റ്മെൻ്റ് അല്ലായിരിക്കും. പക്ഷെ ഞാനിതൊരു ഭയങ്കര സന്തോഷത്തോടുകൂടി ഞാനിത് കാണുകയും മമ്മൂക്ക ഇവനെ മടിയിലിരുത്തി, ഇവനെ പയ്യെ ആട്ടി, ഇവന് ഒരു ചെറിയ ഭക്ഷണം കുറച്ചെടുത്ത് വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കതൊരു ഭയങ്കര സന്തോഷമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എവിടെയൊക്കെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ളൊരു ഫീല് എനിക്ക് മമ്മൂക്കയുടെ അടുത്ത് നിന്ന് കിട്ടാറുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി അല്ലെങ്കിൽ ഞാൻ എറണാകുളത്തൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്നെ തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് സിനിമയുടെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം വിട്ടിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ, ഞാൻ തൊടുപുഴയിലോ അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒരു മേജർ ഒരു മെട്രോ ടൗൺ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ക്ലീനായിട്ട് പറഞ്ഞാൽ ഒരു 30-35 വയസ്സിന് മുകളിലേക്കുള്ള പലരും എന്നെ തിരിച്ചറിയുന്നില്ല. ഞാൻ ചെയ്ത സിനിമകൾ പോലും കേൾക്കാത്ത ഒരുപാട് പേരെ ഞാൻ മീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ
ഈ ഒരു ജനറേഷനിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രം അറിയുന്ന ഒരു ആക്ടറാണ്, അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടേഴ്സിന് ഇങ്ങനെയുള്ള ആളുകൾ മാത്രം സ്വീകരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതാണ് ശരിക്കും എനിക്കുണ്ടായൊരു വലിയ തിരിച്ചറിവ്. അപ്പോൾ അതിനുശേഷം ഇപ്പം ഞാൻ പല സിനിമകൾ ചെയ്യുമ്പോഴും ഫാമിലി, ഇപ്പം ഞാൻ കഥ തുടരുന്നു എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതിനകത്തൊരു 15 മിനിറ്റാണ് എൻ്റെ ക്യാരക്ടർ മൊത്തം വരുന്നുള്ളൂ. പക്ഷെ ആ ഒരു പാട്ടും ആ ഒരു ക്യാരക്ടറും എനിക്ക് ഭയങ്കരമായൊരു റീച്ച് ഫാമിലിയിലേക്ക് തന്നു. അപ്പോൾ അതൊക്കെ ഞാൻ റിയലൈസ് ചെയ്തത് കുറേ സിനിമകൾ കഴിഞ്ഞിട്ടാണ്. പിന്നെ മനു രാഘവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സോൾട്ട് ആൻഡ് പെപ്പർ ആഷിഖാൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആഷിഖായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ലാലങ്കളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ആഷിഖായിട്ട് അധികം കമ്പനി ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടർ പറയുമ്പോൾ ആഷിഖാൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുള്ളൊരു കോളേജ് ടൈമിൽ ഒരു ആസിഫ് അലി ഉണ്ട്, എനിക്ക് ആ ഒരു ക്യാരക്ടറാണ് വേണ്ടത്. അപ്പോൾ നീ ഭയങ്കരമായി അഭിനയിക്കാനൊന്നും ട്രൈ ചെയ്യുക വേണ്ട, നീയായിട്ട് തന്നെ വന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും മനു രാഘവ് എന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ ഒരു ഇനീഷ്യൽ മോൾഡിങ് എനിക്ക് കിട്ടുന്നത്. Sir, your cappuccino. Anything else, sir? No. കാളിദാസൻ. കാളിദാസൻ. Yes, കാളിദാസൻ. മായ. ഇരിക്കൂ. മായ, ചായ. What? ചായ. Okay. ഒരു ചായ. Okay, sir. ഹലോ, കാളിദാസൻ. ഇപ്പം ഞാനും ചാക്കോച്ചനും കൂടി ഇപ്പോൾ രാജമാറ്റി യാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് നടന്നിങ്ങനെയൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തു നിന്ന് ആൾക്കാരിങ്ങനെ ചാക്കോച്ചനെ കണ്ടിട്ട് കുഞ്ചാക്കോ ബോബനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും, എൻ്റെ അടുത്താണോ ചോദിച്ചത്. കാരണം ഞാൻ ഉസ്താദ് ഹോട്ടലിൽ ചെയ്തിട്ട് ആ ഒരൊറ്റ സോങ് സീക്വൻസിൽ വന്നിട്ട് അതും ഒരു ഭയങ്കര റീച്ച് കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ചില ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഭയങ്കരമായൊരു എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ഒരു ലേബൽ എനിക്ക് തന്നു, ഇത് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ആളാണ് ആസിഫ് അലി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടെ ഒരു ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമകൾ ചെയ്യണം. അപ്പോൾ അതാണ് ഈ ന്യൂ ജനറേഷനായിട്ടുള്ള ഒരു ഡിഫറൻസ്. കുഞ്ചാക്കോ ബോബനല്ലേ? അല്ല, അമിതാഭ് ബച്ചൻ. സിനിമ എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു ഭയങ്കര ആവേശമാണ് എനിക്ക് സിനിമ. അപ്പോൾ നല്ല സിനിമകൾ, നല്ല കൂട്ടുകെട്ടുള്ള സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊരു, എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് ഗസ്റ്റ് റോൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഉസ്താദ് ഹോട്ടലിലാണ്. ബാച്ചിലർ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അമ്പുക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ സീക്വൻസേ ഉള്ളൂ, ഞാൻ നിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് വരണം. ഞാനപ്പോൾ തന്നെ പോയി അത് ചെയ്തു. അതെനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ ഒരു ഭീകരമായ റീച്ച് എനിക്ക് തന്നു. അതിന് മുന്നേ ഞാൻ ഡോക്ടർ ലവിൽ ചാക്കോച്ചൻ്റെ പടത്തിലൊരു നറേഷൻ ചെയ്തു. അപ്പോൾ ആ സിനിമ, അങ്ങനെ കുറച്ച് സിനിമകളിൽ ഞാൻ ഗസ്റ്റ്, അപ്പോൾ വെള്ളിമൂങ്ങ ചെയ്തു. എനിക്ക് തോന്നുന്ന ഒരു കഴിഞ്ഞ വർഷത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിൽ ഒന്നായിട്ട് എനിക്ക് അംഗീകാരം കിട്ടിയത് വെള്ളിമൂങ്ങയിലാണ്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭയങ്കര ഒരു അംഗീകാരം ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ പല ഫ്രണ്ട്സ് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് നോ പറയാനുള്ള മടിയുണ്ട്. ചിലർ ഇപ്പോൾ മല്ലു സിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഞാൻ നാഗർകോവിലിൽ ഒഴിമുറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് അവിടെ മല്ലു സിംഗ് ചെയ്ത് വെളുപ്പിന് തിരിച്ച് നാഗർകോവിലിൽ പോയി, അങ്ങനെ ഒരു 4 ദിവസം ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതെല്ലാം സിനിമയോടുള്ളൊരു ആവേശവും ഫ്രണ്ട്ഷിപ്പിനുള്ളൊരു വാല്യൂവും അങ്ങനെയൊക്കെയാണ് ശരിക്കും ഗസ്റ്റ് റോൾസ് കൂടുതലായിട്ട് ചെയ്തു പോകുന്നത്. മനസ്സുകൊണ്ട് ഞാനിപ്പോഴും ഒരു കോളേജ് ഗോയിങ് അല്ലെങ്കിൽ അത്യാവശ്യം അടിച്ചുപൊളി നടക്കുന്ന ഒരു ഗ്യാങ് ഓഫ് പിള്ളേരുടെ ഇടയിലുള്ളൊരു ആളായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കുറച്ചൊരു എനർജറ്റിക് ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യാറുള്ളത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു ട്രോള് കണ്ടു, ടോറൻറ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. കാര്യം ഈ കഴിഞ്ഞൊരു 2-2.5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സിനിമകൾ എൻ്റെയാണ്. ഇപ്പം ഞാൻ മോസയിലെ കുതിരമീനുകൾ എന്ന് പറഞ്ഞ സിനിമ
ശരിക്കും നമ്മൾ പല സിനിമകളും തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 4 മാസം കഴിയുമ്പോൾ നമ്മൾ അഭിനയിച്ച സിനിമ കാണാൻ നമുക്കൊരു ചളുപ്പുണ്ടാവും, കുറച്ചും കൂടെ നന്നാക്കാറുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ DVD ഇട്ട് കണ്ട ഒരു സിനിമയാണ് മോസയിലെ കുതിരമീനുകൾ. അത് ശരിക്കും ഞാൻ കണ്ടു കഴിഞ്ഞ് ഞാൻ തിയേറ്ററിൽ അത് കണ്ടിരുന്നു. അത് കഴിഞ്ഞൊരു 4-5 മാസം കഴിഞ്ഞ് ഞാൻ വെറുതെ ഒരു ദിവസം ഒന്നും കൂടി ഇട്ട് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആ സിനിമ തിയേറ്ററിൽ ഒരു പരാജയമാണെന്ന്. ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കൃത്യമായൊരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് ഉള്ളൊരു സിനിമയാണ് മോസയിലെ കുതിരമീനുകൾ. അപ്പോൾ അത് പരാജയപ്പെട്ടു. അതിനുശേഷം നിർണായകം എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് എഫേർട്ട് ഇട്ട് ഞാൻ ചെയ്തൊരു സിനിമയാണ്. VK പ്രകാശ്, ബോബി സഞ്ജയ് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ എന്നൊരു സിനിമയാണ്. അതും ഒരു വലിയ വിജയം എനിക്ക് ഇപ്പോഴും അവകാശപ്പെടാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ ഒരു തരത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എൻ്റെ സെലക്ഷനുള്ള പ്രശ്നം എന്ന്. അപ്പോൾ അത് ചിലപ്പം ഗ്രാജുവലി ശരിയാവുമായിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു നല്ല ആക്ടർ ആവാൻ വേണ്ടി ചിലപ്പോൾ ഒരുപാട് വിജയങ്ങൾ എനിക്ക് തന്നാൽ ഞാനൊരു മടിയനായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രിപ്പിൽ ഞാൻ അങ്ങനെ ഒരു ലേസി ഭാവത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു കൃത്യമായൊരു സ്ട്രോങ് ബേസ് കിട്ടാൻ വേണ്ടിയായിരിക്കാം ഇത്തരത്തിലുള്ള പരാജയങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നത്. 14-ാമനായി ജനിച്ചെങ്കിലും എന്നും ജീവിതത്തിൽ ഒറ്റയ്ക്കായ എനിക്ക് ആദ്യം എൻ്റെ പേരൻസിനോട് ചോദിക്കണം. അതിന് ആദ്യം തൻ്റെ മറുപടി അറിയണ്ടേ? പാമ്പാടിയിലെ പോസ്റ്റ് ഓഫീസ് വീടിനടുത്താണോ? വീടിൻ്റെ തൊട്ടടുത്ത്. ആണോ? ഏയ്, ലെറ്റർ ദാ പോയി. ട്രാഫിക്കാണ് ശരിക്കും ഞാൻ ഇത്രയും സ്റ്റാർസിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തൊരു സിനിമ. കാര്യം ആ സിനിമയിൽ ത്രൂ ഔട്ട് ആ വണ്ടിക്കകത്ത് ഞാനും ചാക്കോച്ചനും കൂടെ ശ്രീനേട്ടനും കൂടെ ഉള്ളൊരു ട്രാവലാണ്. അപ്പോൾ എനിക്ക് ഓരോ ദിവസവും ഞാൻ ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ സീൻ എടുത്ത് ഞാനിങ്ങനെ നോക്കും എൻ്റെ എന്തൊക്കെയാണ് ഉള്ളത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ രീതിയിലുള്ള പ്രിപ്പറേഷൻ എന്നെ കൊണ്ട് ഷോട്ടിന് മുമ്പ് ചെയ്യാൻ പറ്റും. കാര്യം ചാക്കോച്ചൻ്റെ കൂടെയും ശ്രീനിയേട്ടൻ്റെ കൂടെ, പ്രത്യേകിച്ച് ശ്രീനിയേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്, നടനാണ്. അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ശ്രീനിയേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു റീടേക്ക് പോയാൽ കൂടെ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ അത് ശരിക്കും ട്രാഫിക്കിൻ്റെ ടൈമിൽ ഒരു ഭയങ്കരമായൊരു ടെൻഷൻ ഉണ്ടാക്കി, അതേ സമയത്ത് ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ആ ക്യാരക്ടർ രാജീവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ അത് അത്യാവശ്യം ഒരു ഫിസിക്കലി ഫ്ലെക്സിബിളൊക്കെ ആയിട്ടുള്ള കുറച്ച് ഓട്ടവും ചാട്ടവും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ സൈഡിൽ എനിക്ക് കൃത്യമായി സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പല ആക്ഷൻ സീക്വൻസ് ചെയ്ത് കഴിയുമ്പോൾ ശ്രീനേട്ടൻ അടുത്ത് പറഞ്ഞത് നീ കൊള്ളാം, അടിപൊളിയായിട്ട് ചെയ്യേണ്ട, പക്ഷെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷനൊക്കെ ഗ്രാജുവലി ഉണ്ടായി. പിന്നെ ചാക്കോച്ചനായിട്ട് ഒരു ഭയങ്കരമായൊരു ബോണ്ടിങ് ട്രാഫിക്, അതിനുശേഷം സെവൻസിൽ വന്നപ്പോൾ ചാക്കോച്ചനൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആകാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്ത്, പിന്നെ ഓഫ് കോഴ്സ് ബോബി സഞ്ജയ് സ്ക്രിപ്റ്റാണ്, രാജേഷ് പിള്ളയുടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് മേക്കിംഗ് ഉള്ള സിനിമയാണ്, മഹേഷിൻ്റെ ഏറ്റവും ഗംഭീരമായ എഡിറ്റിങ്ങിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ആക്ടർ എന്ന നിലയിൽ കുറച്ചും കൂടെ റീച്ചും കുറച്ചും കൂടെ പോപ്പുലാരിറ്റിയും ഒക്കെ തന്നൊരു സിനിമയാണ് ട്രാഫിക്. ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് എപ്പോഴും പുതിയ സാധനങ്ങൾ ചെയ്യണം, അത് ഒരു പ്രായത്തിൻ്റെ ആവേശമായിരിക്കാം. എപ്പോഴും ഞാൻ ശ്രമിക്കുന്നത് റിപ്പീറ്റഡായിട്ട് ഉള്ള ഒരു ജോണറിലുള്ള സിനിമകൾ വരാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കിളിബോയി എൻ്റെ അടുത്ത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാര്യം ഞാൻ ഇംഗ്ലീഷിൽ കാണാറുള്ളതാണ്, പൈനാപ്പിൾ എക്സ്പ്രസ് ആണെങ്കിലും സ്മോക്ക് ആണെങ്കിലും അങ്ങനെയുള്ള പല സിനിമകളും ഞാൻ കാണുമ്പോഴും മലയാളത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ചും കൂടെ ഒരു പുതിയൊരു അപ്രോച്ച് മലയാളത്തിൽ ആരെങ്കിലും കാണിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വിനയ് എൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ എനിക്കിതൊരു ഭയങ്കര രസമായിട്ട് തോന്നി. കാര്യം ഇതിൻ്റെ ഒരു ഫൺ എലമെൻറ്റ് മാത്രമാണ് ഞങ്ങളെല്ലാവരും കൺസിഡർ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പെർഫെക്ഷനോ ഇതിൻ്റെ ഒരു ഫണ്ണോ ഒന്നും കൺസിഡർ ചെയ്യാതെ ഒരു കഞ്ചാവ് സിനിമ എന്ന് ഇതിനെ ലേബൽ ചെയ്യുകയും ഇതിന് ഭയങ്കരമായിട്ട് ഞങ്ങളെല്ലാം ആ സമയത്ത് എന്ത് പ്രശ്നം എവിടെ ഉണ്ടായാലും നമ്മളെ വിളിച്ചിട്ട് ആൾക്കാർക്കുണ്ടോ നിങ്ങൾ കാരണമാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ ഇത് എത്തിച്ചു. അപ്പോൾ അന്ന് ശരിക്കും ഞങ്ങൾ തീരുമാനിച്ചാണ് ഇനി വിനയുടെ കൂടെ ഒരു പടം ചെയ്യുമ്പോൾ അതൊരു 100% ഫാമിലി ഭയങ്കര സോഷ്യൽ മെസ്സേജുള്ള അല്ലെങ്കിൽ ഒരു ഭയങ്കര നാടൻ സിനിമയെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് ഒക്കെ ആ ഓരോ റിയലൈസേഷനാണ് നമ്മൾ ഏത് രീതിയിലുള്ള സിനിമകളാണ് ചെയ്യേണ്ടത്, എടുത്തു ചാടത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ കിളിബോയിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ അതൊക്കെയാണ്.
എന്താ പ്രകാശേട്ടാ ഒന്ന് ട്രൈ ചെയ്യുന്നോ? കിട്ടിയൊക്കെ കൊള്ളാം. കുറെ കാലത്തെ ആഗ്രഹമാണേ. അല്ല, ഇത് സിഗരറ്റ് പോലെ തന്നെ അല്ലേ? പിന്നെ അല്ലാണ്ട് ഒറ്റ മിനിറ്റ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? ഇതങ്ങ് കൂടി വേണ്ട, ചുമ്മാ അങ്ങനല്ല, മേലെ ഇരുത്തി പ്രകാശം നന്നായിട്ട് പരക്കട്ടെ. പ്രകാശേട്ടാ പാസ് ചെയ്തേ. ആ അത് കൊടുക്ക്. 3 പേരെ റൗണ്ട് അടിക്കണോന്നാ ശാസ്ത്രം. പ്രകാശേട്ടാ ഒരു റൗണ്ടും കൂടെ പറത്തിയാലോ? മതിടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? കുഴപ്പമൊക്കെ ഇതോടെ മാറിക്കോളും പ്രകാശേട്ടാ. പ്രകാശ് ചേട്ടാ, ചേട്ടാ പ്രകാശ ചാക്കോ, എടിക്കടാ, നീ ഇത് കണ്ടോ? കോപ്പെത്തി പ്രകാശേട്ടാ, ഡേയ് നീ ഇയാളെ കണ്ടോ? ഞാൻ അപ്പഴേ പറഞ്ഞു ഇയാളെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റില്ല. ഇയാളത് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത്? അയ്യോ 10 മിനിറ്റും കൂടെ ഉള്ളൂ, ഒന്ന് സ്പീഡിൽ പോടോ. എടോ താനാ സ്റ്റിയറിംഗ് നേരെ പിടിച്ചേ. എനിക്ക് പറ്റുന്നില്ല, വിട്ടാ ഞാൻ പറന്നു പോകും തോന്നുന്നു. ശരിക്കും ഒരു ഗ്രാജുവൽ, ഇപ്പം ഞാൻ സിനിമയിൽ വന്നിട്ട് 5.5 വർഷമായി. അപ്പോൾ ആ ഒരു 5.5 വർഷം കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കാണിക്കണ്ടേ. അപ്പോൾ ഞാൻ സ്കൂൾ കഴിഞ്ഞ് കുറേ നാൾ ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ എറണാകുളത്ത് നിന്നു. ആ സമയത്തൊക്കെ എൻ്റെ സ്വഭാവം ഇതിനേക്കാളൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഗ്രാജുവലി സിനിമയിലേക്ക് വന്നു, ഉത്തരവാദിത്തങ്ങൾ കൂടി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഓരോ മാറ്റങ്ങൾ ഞാൻ തന്നെ അംഗീകരിച്ച് വന്നപ്പോഴാണ് കല്യാണം കഴിക്കണം. ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമാണ്, ഇനി കല്യാണം കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല. കാര്യം ഞാൻ അഭിനയിച്ച എല്ലാ നായികമാരുടെ കൂടെയും ഞാൻ ഗോസിപ്പ് കേട്ടു. ഞാൻ നേരിട്ട് കാണാത്ത നായികമാരുടെ കൂടെ വരെ ഞാൻ ഗോസിപ്പ് കേട്ടു. എൻ്റെ വീട്ടുകാർക്ക് വരെ എന്നെപ്പറ്റി ടെൻഷനായി തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്കും തോന്നി ഒരു ജീവിതത്തിന് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ട സമയമായി എന്നുള്ളത്. അപ്പം അങ്ങനെ കല്യാണം കഴിച്ച് ഗ്രാജുവലി ഞാൻ റിയലൈസ് ചെയ്തു നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല ലൈഫ്, കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആവണം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മാത്രമല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു വലിയ താമസമില്ലാതെ തന്നെ ജമ പ്രഗ്നൻ്റായി. ഞാൻ ഒരു കുട്ടിയാണെന്നുള്ള ഒരു തോന്നൽ മാറ്റിയെടുത്തത് എനിക്കൊരു കുട്ടിയായപ്പോഴാണ്. അപ്പോൾ അത് ശരിക്കും വലിയൊരു ചേഞ്ചായിരുന്നു എൻ്റെ ലൈഫിൽ. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സിനിമയായിട്ട് അത് ക്ലബ് ചെയ്യാൻ പറ്റി. കാരണം പണ്ട് ഞാനൊരു 2 ആഴ്ച ഞാൻ വെറുതെ വീട്ടിലിരിക്കും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്താൽ എനിക്കൊരു ടെൻഷനാവും, ഇനി സിനിമ കിട്ടൂലേ, ഇനി ഞാൻ സിനിമയിൽ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്പർ ഓഫ് സിനിമാസ് ഞാൻ മനഃപൂർവ്വം കൂട്ടിയിട്ടുണ്ട്. എല്ലാ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സിനിമകളൊക്കെ ഞാൻ പോയി അങ്ങനെയുള്ളൊരു ഭയങ്കരമായുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വിട്ടിട്ട് ഇപ്പോൾ സിനിമയ്ക്കും ഫാമിലിക്കും ഉള്ള ടൈം കൃത്യമായി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് വന്നു. അപ്പോൾ ഒബ്വിയസ്ലി നല്ല സിനിമകൾ അല്ലെങ്കിൽ സിനിമയിലേക്ക് വർക്ക് ചെയ്യാനുള്ള സമയം കൂടുതൽ കിട്ടിത്തുടങ്ങി ഓരോ സിനിമയ്ക്കും വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു ഗ്രാജുവലി കല്യാണം കഴിഞ്ഞ് കുട്ടിയായി അങ്ങനെയൊക്കെ വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റങ്ങളാണ്. കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവലിന് എൻ്റെ സൗണ്ട് ഏബിൾ എന്ന് പറഞ്ഞൊരു പയ്യൻ കേൾപ്പിച്ചു. അപ്പോൾ അതാണ് ഞാൻ അംഗീകരിച്ച എൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായ സന്തോഷം. കാര്യം എന്നിൽ ഒരു ഫാക്ടറുണ്ട്, അല്ലെങ്കിൽ എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡൻറ്റിറ്റി എനിക്കുണ്ടെന്ന് റിയലൈസ് ചെയ്തൊരു മൂമെൻ്റ് ആയിരുന്നു അത്. ആറ്റിങ്ങലല്ലേ വീട്? ആറ്റിങ്ങല് HDFC വർക്ക് ചെയ്യുന്ന പ്രഭാരന്മാരുടെ മോളുടെ അതെ ചായ. മനു, യെസ്, വി വെർ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഇൻ ബാംഗ്ലൂർ. മനു, എൻ്റെ മോഡുലേഷനും എനിക്കൊരു ചെറിയ ഹൈ പിച്ച് ഉണ്ട് എവിടെയൊക്കെ എൻ്റെ സൗണ്ടിൽ, അതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു അങ്ങനെ അനുകരിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ഞാനൊരു ദിവസം ഏബിളിൻ്റെ ഒരു കോമൺ ഫ്രണ്ടിനെ എൻ്റെ ഏബിളിൻ്റെ ഒരു കോമൺ ഫ്രണ്ടിനെ ഞാൻ ഒരു ദിവസം കാണുകയും, അപ്പോൾ ഏബിളിനെ എനിക്ക് ഫോൺ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഏബിളിനെ വിളിച്ച് ഞാൻ ഹലോ പറഞ്ഞപ്പോൾ അപ്പുറ സൈഡിൽ നിന്നൊരു ഭയങ്കര സൈലൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏബിൾ ഞാൻ ആസിഫ് അലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യമായിട്ടാണ് എന്നെ ഒരാളിങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എടോ എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, അപ്പോൾ ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരണം. അപ്പോൾ പറഞ്ഞു എനിക്കൊരു ദിവസം നേരിട്ട് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തൊടുപുഴ അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലുള്ള ഒരു ദിവസം നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അതും ഹണിബിയിലെ ഡയലോഗാണ്. കാര്യം അത് ഞാൻ എഴുതിയൊരു ഡയലോഗ് അല്ല, അത് കുറച്ചും കൂടെ ജീൻ പറഞ്ഞിട്ടൊരു ഇംപ്രവൈസ് ചെയ്ത് എനിക്ക് അവളെ കാണണം ബ്രോ, എനിക്ക് പറ്റണില്ല ബ്രോ, അന്ന് കക്കൂസി പോയിട്ട്
എനിക്ക് പറ്റണില്ല ബ്രോ. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു 40 ദിവസം മുതൽ, അതായത് മിനിമം 40 ദിവസം വേണം ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് ചിത്രീകരിക്കാൻ. അപ്പോൾ അത് അത്രയും എഫേർട്ടും അത്രയും സമയവും അത്രയും പൈസയും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. അത് ഒരാളുടെ സ്വപ്നമാണ്, ഒരുപാട് പേരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ ആ സിനിമ ശരിക്കും തിയേറ്ററിൽ പോയി കണ്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെ കുറ്റം പറയാം, അതിനെ നിരൂപിക്കാനുള്ള എല്ലാ ഫ്രീഡവും നിങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു സിനിമയെ മനഃപൂർവ്വം നശിപ്പിക്കണം എന്നുള്ളൊരു തോന്നലിൽ, അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ ഒരിക്കലും ഇതിനെ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒന്നും ഒരു കാര്യം അങ്ങനെ സ്പ്രെഡ് ചെയ്യരുത്. അതൊരു ഭയങ്കര റിക്വസ്റ്റാണ് എൻ്റെ. കാര്യം പല സിനിമകളും ഇതിനു മുമ്പ് ഞാൻ ചെയ്തതും അല്ലാത്തതുമായ ഒരുപാട് സിനിമകൾ നമുക്കറിയാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, DVD ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആൾക്കാർ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടിയില്ല. കാരണം അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ റിവ്യൂ എഴുതുന്ന ഒരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. അതൊരിക്കലും ഒരു സിനിമയെ മനഃപൂർവ്വം നശിപ്പിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനിലാവരുത്. അപ്പോൾ നല്ല സിനിമകളെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് പേരുടെ എഫേർട്ടും ഒരുപാട് സമയവും ഒരുപാട് പൈസയും സിനിമയിലുണ്ട്. അപ്പോൾ ഞങ്ങളുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് ശരിക്കും എല്ലാം വിജയിപ്പിക്കുന്നതും രക്ഷപ്പെടുത്തുന്നതും സപ്പോർട്ട് ചെയ്യേണ്ടതും എല്ലാം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.